ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ കാൾസ്റൂഹെ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് എൻ്റെ പിറന്നാളാണ്, ജൂലൈ 2. ഈ ദിവസം ഞാൻ പ്രധാനമായിട്ട് ഓർക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ OV വിജയൻ്റെ ജന്മദിനവും ഇന്ന് തന്നെയാണ്. എനിക്ക് ഇന്ന് 65 വയസ്സാവുകയാണ്. ഇതുവരെ ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. ഇന്ന് ഞാനത് ആഘോഷിക്കുന്നു. കാരണം അബുദാബിയിലെ ഫൈസൽ ബാവയും കൂട്ടുകാരും കൊണ്ടുവന്നൊരാശയം, പിറന്നാളിനൊരു മരം വെക്കുക എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമായി, സമ്മതമായി, മാതൃകാപരമായി തോന്നി. അപ്പോൾ ഇവിടെ ജർമ്മനിയിലാണെങ്കിലും അത് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ താമസിക്കുന്നത് എൻ്റെ സുഹൃത്ത് ഷൊർണൂർകാരൻ ശ്യാംകുമാറിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ വീണയുടെയും കൂടെയാണ്. ഞങ്ങളുടെ സുഹൃത്ത് ഷൈജുവിനോട് ശ്യാം സംസാരിച്ചപ്പോൾ കോഴിക്കോട്ടുകാരനായ കളരി ആചാര്യനായ നിശാന്തിൻ്റെ വീട്ടിലെ പൂന്തോട്ടത്തിൽ അത് വെക്കാൻ അദ്ദേഹത്തിന് സന്തോഷമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജർമ്മൻകാരിയായ ഭാര്യ സിമോനിക്കും സന്തോഷമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ ഇന്ന് കോഴിക്കോട്ടുകാരനായ എൻ്റെ സുഹൃത്ത് വത്സൻ നെല്ലിക്കോടിൻ്റെ മകൻ ലെവിൻ്റെ വീട്ടിൽ നിന്ന് പിറന്നാൾ സദ്യ കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു തൈ വെച്ചു. ഇത് ഒരു അന്യദേശത്താണ് എന്നുള്ളതിൽ എനിക്കൊരു പ്രത്യേകമായ സന്തോഷമുണ്ട്. കാരണം ദേശത്തിൻ്റെയും ഭാഷയുടെയൊക്കെ അതിരുകളെ ലംഘിച്ചു പോകുന്നതാണ് പ്രകൃതിയുടെ സ്നേഹം എന്ന് പറയുന്നത്. ഈ തൈ ഞങ്ങളിന്ന് പോയി തിരഞ്ഞെടുത്തപ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്താ കാര്യം വെച്ചാൽ ഇത് നമ്മുടെ കാറ്റാടി മരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചിനാർ മരം പോലത്തെ ഒരു മരമാണ്. ഇതിന് ശാസ്ത്രനാമം തൂയ എന്നാണ് പറയുന്നത്. ഇവിടെ ആളുകൾ ഇതിന് വിളിക്കുന്ന പേര് ലെബാൻ ബോവും എന്നാണ്. ജീവിതത്തിന്റെ വൃക്ഷം എന്നാണ് ഇതിന് പേര്. ആ പേര് കേട്ടപ്പോൾ ഞാൻ ഓർത്തത് ബഹ്റൈനിലെ ഒരു മരുഭൂമിയുടെ നടുവിൽ നിൽക്കുന്നൊരു മരമുണ്ട്. അത് ഏത് കാലത്തും നിത്യഹരിതമായിട്ട് എവർഗ്രീനായിട്ട് നിൽക്കുന്ന ഒരു മരമാണ്. അതൊരു അത്ഭുതമാണ്. ആളുകൾ കാണാൻ പോകാറുണ്ട്. ഞാൻ 2 വട്ടം അത് പോയി കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേര് ട്രീ ഓഫ് ലൈഫ് എന്നാണ്. അവര് അറബിയിൽ പറയുന്നത് ഷജറത്തുൽ ഹയാത്ത് എന്ന് പറയും. ആ വാക്ക് തന്നെ, ആ പേര് തന്നെ വളരെയധികം നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ്. ഇത് സംരക്ഷിച്ചു കൊള്ളാം എന്ന് ഈ വീട്ടുകാരൻ, കോഴിക്കോട്ടുകാരനായ കളരി ആചാര്യനായ നിശാന്തും അദ്ദേഹത്തിൻ്റെ പത്നി സിമോനിയും ഏറ്റിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. എൻ്റെ സുഹൃത്ത് ശ്യാംകുമാർ ഒരു പിറന്നാൾ സമ്മാനമായിട്ട് തന്നതാണ്. പിറന്നാൾ മരം എന്നുള്ള ഒരു ആശയം തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും പ്രകൃതിക്ക് നേരെ കാണിക്കുന്ന അക്രമങ്ങൾക്ക് എതിരായ വളരെ ക്രിയാത്മകമായ ഒരു പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പ്രകൃതി സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും ഒരു പ്രതിരൂപമായിട്ടാണ് ഞാൻ കാണുന്നത്. പിറന്നാൾ മരം എന്നുള്ള സംഘത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാര ചരിത്രത്തിൽ ഒരു സംഭവമായി നാളെ രേഖപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് എന്നോട് സഹകരിച്ച ഇവിടുത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.